ആകയാൽ നോക്കുവിന് അങ്ങനെ മാനസാന്തരപ്പെട്ട് സ്നാനം വെക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരും. ആ യേശുക്രിസ്തുവിന്റെ അതേ ആത്മാവ് നമുക്ക് തരുമെന്ന്. അവനെ കല്ലറയിൽ ഉയർപ്പിച്ച് അതേ ആത്മാവ് നിനക്ക് തരാമെന്നാൽ സെക്കൻഡറി അല്ല, ഇച്ചിടെ കുറഞ്ഞതല്ല. യേശുക്രിസ്തു വ്യാപരിച്ച് അതേ ആത്മാവ് ഭാവിയായിരിക്കും നിനക്ക് തരാമെന്ന്. ഇതാണ് പ്രിയപ്പെട്ട ഞങ്ങളുടെ ഭാഗ്യം. അതെനിക്കുണ്ട് കേട്ടോ, അതെനിക്കൊണ്ട് ഉറപ്പും നിശ്ചയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ധൈര്യത്തോടും സ്നേഹത്തോടും സുഖത്തോടും ഞാൻ ചില അധികാരം ഉപയോഗിച്ചു. പക്ഷെ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ സുവിശേഷം പറയാനൊക്കത്തുള്ളൂ. നിങ്ങൾ മരിച്ചതിന് ശേഷം നരകത്തിൽ പോകുന്നുള്ള വേദന കൊണ്ട് മാത്രമേ സുവിശേഷം പറയത്തുള്ളൂ. കണ്ണുനീരുള്ളവനെ സുവിശേഷം പറയാൻ ഒക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, രാത്രികാലം നിങ്ങൾ കള്ളു കുടിച്ച് നിങ്ങളുടേതായിരിക്കുന്ന സന്തോഷത്തിൽ ടി വി കണ്ട് സിനിമ കണ്ടും ഒക്കെ ജീവിച്ചല്ലോ. ഞങ്ങളോ രാത്രികാലം എന്താണ് ഉറക്കത്തിന്റെ ഇടയിൽ വെഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് ഈ മൈക്കും നോക്കി ഇറക്കൊണ്ടുന്നത്. സുവിശേഷത്തെ എതിർക്കുന്നത് ആർക്കും നന്നല്ല പ്രിയപ്പെട്ട, ആർക്കും നന്നല്ല. കണക്ക് കൊടുത്തേ പറ്റൂ. ഞങ്ങളൊക്കെ അനുഭവിച്ചതാണ്. ഈ കർത്താവിനെ തള്ളിക്കളഞ്ഞ വഴി കൂരിട്ടിൽ കൂടെ 13 വർഷം നടന്നുപോയ ഒരു മഹാഭാവിയായിരുന്നവനാണ് ഞാൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്നാനമേറ്റ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ സ്നാനമേറ്റ വിശുദ്ധന്മാരോട് ചേർന്ന് ഒന്നിച്ച് കൂട്ടായ്മ ആചരിച്ച് ആ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ സ്നാനമേറ്റവര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും ചൊല്ലും പ്രാർത്ഥനയില്ല അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും റോമാലേഖനം പോലുള്ള അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേട്ട് നമ്മുടെ കീടങ്ങളെ, നമ്മുടെ അശുദ്ധികളെ നീക്കം ചെയ്ത് ആ യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി വിശുദ്ധിയോടെ കാത്തിരിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും വിശുദ്ധന്മാർ തമ്മിൽ കൂട്ടായ്മ ആചരിക്കണം. എന്താണ് അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും കർത്താവിന്റെ വരവിന് വേണ്ടി നിഷ്കളങ്കതയോടെ കാത്തിരിക്കുന്നെങ്കിൽ ഏത് നിമിഷവും നമുക്ക് മരിക്കാം, ഏത് നിമിഷവും യേശുക്രിസ്തു മടങ്ങി വരാം. നമ്മുടെ ഈ ദ്രവിച്ചു പോകുന്ന ശരീരവും മാറ്റും. തേജസ്സും തിളക്കപരിതമായിരിക്കുന്ന മരണമില്ലാത്ത ഒരു ശരീരം ധരിപ്പിച്ചുകൊണ്ട് 1000 വർഷം നമ്മൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും.